തത്സമയ സംപ്രേഷണം. KPCC അധ്യക്ഷ പദവി ഒഴിയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇന്നലെ തന്നെ രാവിലെ നിങ്ങളോടൊന്ന് പറയാൻ ഉദ്ദേശിച്ചതാണെങ്കിലും ഇന്ന് ഞാൻ നേരത്തെ പ്രഖ്യാപിച്ച PS നടരാജപിള്ള സാറിൻ്റെ ഛായാചിത്ര അനാച്ഛാദനം ഇവിടെ വെച്ചിരുന്നത് കൊണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാം എന്നുള്ളത് കൊണ്ടാണ് അധ്യക്ഷ സ്ഥാനം ഒഴിയുകയാണെന്നാണ് VM സുധീരൻ ഇപ്പോൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ എൻ്റെ രാജിക്കത്ത് ഇന്ന് തന്നെ കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് അയക്കുകയാണ്. വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കോൺഗ്രസ് അധ്യക്ഷയും ഉപാധ്യക്ഷനും കോൺഗ്രസ് നേതൃത്വവും എന്നിലർപ്പിച്ച വിശ്വാസത്തിൽ ഞാൻ വളരെയേറെ കടപ്പെട്ടവനാണ്. ശ്രീ AK ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ, AICC ജനറൽ സെക്രട്ടറി ശ്രീ മുകുൾ വാസ്നിക്, സെക്രട്ടറി ദീപക് ബാബ്രിയ, അവർക്കാണ് കേരളത്തിൻ്റെ ചുമതലയുണ്ടായിരുന്നത്. AK ആന്റണിയോടും കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയോടും എൻ്റെ പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഭാഗത്തു നിന്ന് ലഭിച്ച സഹകരണമാണ് പാർട്ടി പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കരുത്ത് പകർന്നത്. കേരളത്തിലെ എല്ലാ നേതാക്കളോടും സഹപ്രവർത്തകരോടും KPCCയിലെ എൻ്റെ ഭാരവാഹികളായി പ്രവർത്തിച്ചവർ, DCC പ്രസിഡന്റുമാരായി നേരത്തെ പ്രവർത്തിച്ചവർ, ഇപ്പോൾ അടുത്ത കാലത്ത് സ്ഥാനമൊഴിഞ്ഞവർ, പുതിയ DCC പ്രസിഡന്റുമാരായി ചുമതല ഏറ്റെടുത്ത് ഭംഗിയായി പ്രവർത്തനം മുന്നോട്ട് നീങ്ങുന്നവർ, ഇതിനൊക്കെ പുറമെ കേരളത്തിലെ പാർട്ടിയുടെ ഏറ്റവും താഴെ തലത്തിൽപ്പെട്ട ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവരോടും പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഇങ്ങനെയൊരു ചുറ്റുപാടിൽ ഒഴിഞ്ഞു പോകുന്നത് സ്വാഭാവികമായി നമ്മൾ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ പാർട്ടിയോടുള്ള നമ്മുടെ കടപ്പാട് നോക്കുമ്പോൾ, ഉത്തരവാദിത്വം നോക്കുമ്പോൾ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് പ്രവർത്തന പരിപാടികൾ ബൂത്ത് തലം മുതൽ പാർട്ടിയെ പുനഃസംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രവർത്തന പരിപാടികൾ കേരളത്തിലെ കോൺഗ്രസിനെ അതിൻ്റെ സുവർണ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള ഒരു ലക്ഷ്യമായിട്ടാണ് മുന്നോട്ട് പോയത്. അതിനുവേണ്ട പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് നീക്കിയത്. നിർഭാഗ്യവശാൽ ഒരു ഇടക്കാല സമയമാണെങ്കിൽ പോലും അത്രയും സമയം മാറി നിൽക്കുക എന്നുള്ളത് പാർട്ടി പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കും. ഒരു ദിവസം പോലും മാറി നിൽക്കാൻ പറ്റാത്ത അത്ര നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുന്നു. അതിലൊക്കെ ഇടപെടുക, അതാത് സംഭവസ്ഥലം സന്ദർശിക്കുക, എല്ലാ സ്ഥലത്തും ഓടിയെത്തുക, അതിന് സാധിക്കാതെ വരുമ്പോൾ പിന്നെ മറ്റു മാർഗമില്ല. അതിനുള്ളൊരു അവസരമൊരുക്കിക്കൊണ്ട്, മറ്റാളുകൾക്ക് അവസരമൊരുക്കിക്കൊണ്ട് അതിനുള്ളൊരു സംവിധാനം AICC നേതൃത്വം ഉണ്ടാകട്ടെ. AICC പ്രദാനം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, കരുതുന്നത്. ബദൽ ക്രമീകരണങ്ങൾ സ്വാഭാവികമായി AICC നേതൃത്വം ഏർപ്പെടുത്തും. എൻ്റെ വ്യക്തിപരമായ അസൗകര്യം ഒരു കാരണവശാലും പാർട്ടിയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കരുത്. മനസ്സിലാഗ്രഹിക്കുന്ന രീതിയിൽ എല്ലായിടത്തും ഓടിയെത്തി എല്ലാവിധ പ്രവർത്തനങ്ങളിലും ഇടപെടാനും സംഭവങ്ങളിലും ഇടപെടാനും പാർട്ടിയുടെ ഉത്തമ താല്പര്യം മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും
സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം താൽക്കാലികമായിട്ടെങ്കിലും വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം ഏതെങ്കിലും തരത്തിൽ പ്രവർത്തന രംഗത്ത് വീഴ്ച വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. എത്രയും വേഗത്തിൽ തന്നെ ബദൽ ക്രമീകരണങ്ങൾ AICCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ. ഞാൻ ഇന്ന് തന്നെ എൻ്റെ രാജിക്കത്ത് അയക്കുകയാണ്. ആവശ്യമായ ക്രമീകരണങ്ങൾ AICC വരുത്തുമെന്നാണ്, ഞാൻ എത്രയും വേഗത്തിൽ വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. APCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളെല്ലാവരും എനിക്ക് പോന്നിട്ടുള്ള എല്ലാ പിന്തുണയ്ക്കും പ്രത്യേകമായ കടപ്പാട് ഞാൻ അറിയിക്കുന്നു. കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ഒരു പ്രവർത്തകനായി വന്ന കാലം മുതൽ തന്നെ കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ഞങ്ങളൊക്കെ വരുന്ന കാലത്ത് തലമുതിർന്ന മാധ്യമ പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നത്. ആ തലമുറയിൽ നിന്നും ഇന്നത്തെ തലമുറയിലേക്ക് എത്തിയിരിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരോടും പ്രത്യേകമായ നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്ക് വിടവാണ്. ഇത് വേറെ യാതൊരു ഇന്നർ പോളിറ്റിക്സും ഇല്ല. പറ്റുന്നുകൊണ്ടല്ല. വേണമെങ്കിൽ എനിക്ക് തൽക്കാലത്തേക്ക് ലീവ് എടുക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചുമതലയേൽപ്പിക്കാം. പക്ഷെ അത് എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു സംഗതിയാണ്. കാരണം നമ്മളൊരു സ്ഥാനത്തിരിക്കുകയും ആ സ്ഥാനത്തോട് നീതി പുലർത്താൻ സാധിക്കാതെ വരിക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഏത് സ്ഥാനം ഏറ്റെടുത്താലും ആ സ്ഥാനത്തോട് നീതി പുലർത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്നേ വരെ പുലർത്തി പോന്നിട്ടുള്ള ഒരു രീതി. അതാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്കൊന്ന് ലീവ് എടുക്കാം, അല്ലെങ്കിൽ മറ്റ് ചുമതലകൾ ഏൽപ്പിച്ച് മാറി നിൽക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് ഒരു ശരിയായ രീതിയല്ല. അത് എൻ്റെ മനസാക്ഷി അതിന് എന്നെ അനുവദിക്കില്ല. അതുകൊണ്ട് ഇരിക്കുന്ന സ്ഥാനത്തോട് നീതി പുലർത്തി കർമ്മനിരതനായി പൂർണ്ണമായി മുന്നോട്ട് പോവുക, അതാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ള രീതി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അറിയിക്കാൻ പോകണത്. അല്ല, ഞാൻ ആരോടും ആലോചിച്ചിട്ടില്ല. കാരണം ഇത് ആലോചിക്കാൻ പോയാൽ പല രീതിയിലുള്ള തടസ്സങ്ങൾ വരും. അതുകൊണ്ട് ഞാനിത് സ്വാതന്ത്ര്യം എടുക്കുകയാണ്. അതല്ല കേരളത്തിൽ അങ്ങനെയില്ല. ബദൽ ക്രമീകരണം AICCയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഞാനിപ്പോൾ തന്നെ അവർക്ക് ലെറ്റർ അയക്കുകയാണ്. ഏതായാലും എല്ലാവർക്കും പ്രത്യേകമായ നന്ദി ഒരിക്കൽ കൂടി. താങ്ക് യു.